ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നബിദിനത്തിന് ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ രാത്രി ബിരിയാണി ആക്കാന്ന് വെച്ച് 2-3 ചിക്കനൊക്കെ മസാലയൊക്കെ. പക്ഷേങ്കിൽ ഭയങ്കര എരിവ് കുരുമുളകിൻ്റെയും പച്ചമുളക് ഭയങ്കര എരിവുള്ള പച്ചമുളകായിരുന്നു. ഞാൻ ഒരുപാട് ഇട്ടിട്ടാന്ന് തോന്നുന്നു, ഒരുപാട് എരിഞ്ഞിട്ട് വയ്യ, ചോറ് തിന്നാനേ വയ്യ. ഭയങ്കര മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോറൊക്കെ ഇഷ്ടം പോലെ കഴിക്കുകയൊക്കെ ചെയ്തെങ്കിലും പക്ഷേ എരിവ് കാരണം ഒന്നും പറ്റുന്നില്ല. എന്തെങ്കിലും എരിവ് മാറുണ്ടാന്ന് നോക്കിയപ്പോൾ റോബസ്റ്റ് പഴം കിട്ടി, അതിൽ നിന്ന് ഒരെണ്ണം കഴിച്ച്. എന്നിട്ടും എൻ്റെ എരിവ് മാറുന്നേ ഇല്ല. പിന്നും കൂടി കുപ്പികളിലൊക്കെ തിരഞ്ഞ് മുട്ടായി ഉണ്ടോ നോക്കി, മുട്ടായി ഇന്നും കിട്ടി. പിന്നെ തരിയുണ്ട കിട്ടി, നല്ല ടേസ്റ്റ് ഉണ്ടായി, നല്ല മധുരമുള്ള നല്ല തരിയുണ്ട, അതും കൂടി ഒരെണ്ണം കഴിച്ചു. എന്നിട്ടും എൻ്റെ എരിവ് മാറുന്നില്ല എന്ന് പറഞ്ഞതാവും ശരി. ഇങ്ങനെയുണ്ട് ഒരു എരിവ്. എങ്ങനെയൊക്കെയോ ഞാൻ എരിവ് സഹിക്കാൻ വേണ്ടി 2 തരിയുണ്ടയും കൂടി കഴിച്ചു. അപ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടി. പിന്നെ അങ്ങനെ നബിദിനൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. കുട്ടികളുടെ പരിപാടിയൊക്കെ നല്ല രസമായിരുന്നു, റാലിയൊക്കെ നല്ല രസമായിട്ട് നമ്മൾ കണ്ടു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കിച്ചൻ്റെ കോല് ഇതുപോലെ ഇരിക്കുന്നുണ്ട്. ഒരു ബിരിയാണി ആക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ കിച്ചൻ്റെ കോല് ഇതുപോലെ, അതൊക്കെ ഒരുപാട് സമയത്ത് തന്നെ നമ്മൾ വൃത്തിയാക്കിയെടുത്തു. ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറോളം വേണ്ടി വന്നു ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുക്കാനായിട്ട്. പിന്നെ രാത്രിയൊക്കെ അപ്പത്തിന് നമ്മൾ അരി അരച്ച് വെച്ചിട്ടുണ്ട്. വെള്ളാപ്പമാണ് ഉണ്ടാക്കുക. വെള്ളാപ്പം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിന് കൊള്ളാപ്പത്തിൻ്റെ അരിയൊക്കെ അരച്ച് വെച്ച് അതൊക്കെ ഒന്ന് അടച്ച് വെച്ച് ഉപ്പിട്ടില്ല, ഈസ്റ്റ് മാത്രം, ഈസ്റ്റും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങയിട്ടിട്ടാണ് അരച്ചത്. അപ്പോഴൊക്കെ നമ്മൾ വെള്ളം തീർന്നിട്ടുണ്ട്. ടാങ്കിയിൽ വെള്ളം കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ മോളും ഭർത്താവും മക്കളെല്ലാം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവരെ നോക്കി കുറേ സമയം നിൽക്കുന്നു. ഓരോ വണ്ടി പോകുമ്പോൾ അവരാന്ന് വിചാരിച്ച് കാത്തിരുന്ന ശേഷം അവർ 11:30 മണിയായപ്പോൾ അവർ വന്ന് അവർക്കൊരു പുറത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലേക്ക് നമ്മളിത് അപ്പം നല്ല രീതിയിൽ നമുക്ക് അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ഇന്നലത്തെ കുറച്ച് ഗ്രീൻ പീസ് കറിയും കൂടി ഉണ്ടായിരുന്നു. തേങ്ങാപ്പാലത്തെ ഗ്രീൻ പീസ് അടിപൊളി കറി ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ചായയും കൂടി ഉണ്ടാക്കി. അങ്ങനെ ഇതാണ് അപ്പവും ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായി. രാവിലെ ആവിയിലുള്ള ഭക്ഷണം നമ്മളെല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ്. മോൾക്കായാലും ആവിയിലുള്ള ഇഷ്ടം. പിന്നെ ഉച്ചക്കേക്ക് നമ്മളിവിടെ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ പൊരിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഫ്ലവറും മുട്ടയൊക്കെ കൂടി നല്ല രീതിയിൽ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും